ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മസാല വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു പലഹാരം കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ കവറിങ്ങാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ അരക്കപ്പളവ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പളവ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവൻ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ മൈദയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പകുതി പകുതി എടുത്തിട്ടും ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകുന്നു മാത്രം. അപ്പോൾ അതാ എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആദ്യം കൈ ഉപയോഗിച്ച് ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം എനിക്കിപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് എടുത്തിരുന്നു, പക്ഷേ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം കൈ എടുക്കാതെ ഒരു 5 മിനിറ്റ് നേരം നല്ല പോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം എടുത്തതിൽ നിന്നും ഏകദേശം 1 ടേബിൾ സ്പൂണുള്ളൊക്കെ വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അത്ര മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ്. എരിവിന് പാകത്തിന് മുളക് പൊടി ആയാലും മതി. 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്തത്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പച്ചക്കറി ഇത് തന്നെ ചേർക്കണമെന്നില്ല, അതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ടും ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് അതൊക്കെ ഉണ്ടെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഏകദേശം 3 ടീസ്പൂണോളം കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. കടലപ്പൊടി ചേർക്കുന്നത് നമ്മളുടെ കൂട്ടിന് ഒരല്പം തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു കൂട്ട് വേവിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ഒരു കൂട്ട് കുറച്ച് കട്ടിയായി കിട്ടാൻ വേണ്ടി പാകത്തിന് മാത്രം കടലപ്പൊടി ഇട്ടാൽ മതി. ഈ ഒരു കടലപ്പൊടിയുടെ അളവ് നിങ്ങൾ ചേർക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കുന്ന അത്രയും സമയം ഞാനിവിടെ ഡോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒന്നും കൂടെ ഒന്ന് നീഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള 4 ഉരുളകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ 4 ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. അത്യാവശ്യം കനം കുറച്ച് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് നേരത്തെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കനം ഞാൻ കാണിച്ചു തരാം. ഒരുപാട് കനം കുറച്ച് പരത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ബോർഡിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, സൈഡിലായിട്ട് മാത്രം. അതിനുശേഷം നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ മിക്സ് ഒരു അല്പം തിക്നെസ് വേണമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അടുത്ത ഭാഗം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. സൈഡിലൊക്കെ വെള്ളമാക്കിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതവിടെ പറ്റിപ്പിടിച്ച് നിന്നോളും. അതിനുശേഷം ആ ഒരു 2 സൈഡ് ഭാഗവും ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊട്ടും തന്നെ മുട്ടയുടെ മിക്സ് പുറത്തേക്കൊന്നും പോവില്ല. സിമ്പിളായിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതിന് ഒന്നും കൂടെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്.
ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അത് സാധാരണ ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ഒരു അടിഭാഗം നമ്മൾ കവർ ചെയ്ത ഭാഗം അടിയിലോട്ട് വരുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് നേരം അനക്കാതെ വെക്കുക. ആ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഓയിലിന് പകരവും നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ കുക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെ. പക്ഷേ കുക്ക് ചെയ്യേണ്ട ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഉള്ളു വരെ വെന്ത് വരുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു 4 ഭാഗവും ഞാനിപ്പോൾ ഇതുപോലെ 2 സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് തയ്യാറായി കിട്ടാൻ വേണ്ടിയിട്ടായാലും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽത്തി ആയിട്ടും തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ചൂട് മാറും തോറും അതിൻ്റെ ക്രിസ്പിനെസ്സും മാറും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.